എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. നമ്മൾ പെരുന്നാളുകളായാലും അതുപോലെ വിശേഷ അവസരങ്ങളിലൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സ്നാക്ക് ഐറ്റമാണ് അച്ചപ്പം. ഇപ്പോൾ അച്ചപ്പം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കൽ കുറവാണ്, പക്ഷെ പുറത്തുനിന്ന് വാങ്ങലാണ് എപ്പോഴും പതിവ്. ഞാൻ ഇന്നിവിടെ 2 തരത്തിലുള്ള അച്ചപ്പമാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. ഒന്ന് നമ്മുടെ നോർമൽ തരത്തിലുള്ള അച്ചപ്പവും ഒന്ന് പഞ്ചസാരയിൽ വിളയിച്ച അച്ചപ്പവും. നമുക്ക് എങ്ങനെയാണ് ഈ അച്ചപ്പം ഉണ്ടാക്കണമെന്ന് നോക്കാം. അച്ചപ്പം ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് പച്ചരിയാണ്. ഇത് 4 മണിക്കൂർ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇനി നമുക്ക് ഈ പച്ചരിയോടൊപ്പം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഇവിടെ 2.5 കപ്പോളം നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 മുട്ട, 3 ഗ്ലാസ് അരിക്ക് 2 മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഒരു 4-5 ടീസ്പൂണോളം ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിഞ്ജീരകം. ഈ കരിഞ്ജീരകത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എള്ളോ അതുപോലെ വെളുത്ത എള്ളോ വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പച്ചരി ചേർത്ത് അതിലേക്ക് ഈ തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ടയും അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷുഗർ ചേർക്കാതെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കുറേശ്ശെയായിട്ട് വേണം ചേർക്കാൻ. 2ാം ട്രിപ്പ് മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ പരുവാണ് നമുക്കിതിന് വേണ്ടത്. നമ്മൾ 2.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ മാവ് അരയ്ക്കാൻ വേണ്ടി എടുത്തത് വെറും 2 ഗ്ലാസ് തേങ്ങാപ്പാൽ മാത്രമാണ് ഇതിന് ഉപയോഗിച്ചത്. ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ നമ്മുടെ കയ്യിൽ ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാവ് അരച്ച അതേ മിക്സിയിൽ നമുക്ക് മാറ്റി വെച്ചിരുന്ന ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കൈയിലോളം മാവ് ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ഷുഗർ ചേർത്ത മാവ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് ഒരു പകുതി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ 2 ടൈപ്പിലുള്ള അച്ചപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് മധുരമുള്ള അച്ചപ്പം ഉണ്ടാക്കാനുള്ളതാണ്. ഇത് നമുക്ക് വിളയിച്ച അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണിത്. അതിൽ ഷുഗർ നമ്മൾ തീരെ ആഡ് ചെയ്തിട്ടില്ലേ. ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമ്മൾ കരിഞ്ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കരിഞ്ജീരകത്തിന് പകരം കറുത്ത എള്ള് വേണമെങ്കിൽ അത് ചേർക്കാം. 1 മണിക്കൂറോളം നമുക്ക് ഈ മാവ് മൂടി വെക്കാം. നമ്മുടെ കടായിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മളത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അച്ചും കൂടി ചൂടാവാൻ വേണ്ടി വെക്കണം. അച്ച് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ നമ്മളതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരിക്കണം. അതേ അച്ച് നന്നായിട്ട് ഇതിൽ മുങ്ങിക്കെടുക്കുന്നുണ്ട്. ഈ അച്ച് നന്നായി ചൂടാക്കണം. ഇനി അച്ച് ചൂടാവാതെ നമ്മൾ മാവിൽ ആദ്യം തന്നെ അച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ അച്ചിൻ്റെ മുകളിൽ നിന്ന് അച്ചപ്പം വേർപെട്ട് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ അച്ച് ചൂടാക്കുക വെളിച്ചെണ്ണയിൽ. ആദ്യമായിട്ട് അച്ചപ്പം ഉണ്ടാക്കുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഉപയോഗിച്ച് മയക്കമുള്ള അച്ച് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പുതിയതായിട്ട് ഉപയോഗിക്കുന്ന അച്ചാകുമ്പോൾ അച്ചിൻ്റെ മുകളിൽ നിന്ന് ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ അച്ചപ്പം വേർപെട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിനി അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമ്മുടെ അച്ച് നന്നായിട്ട് മയങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാവിലേക്ക് ഇത് മുക്കി കൊടുക്കാം. ഇത് മുഴുവൻ മുങ്ങാതെ ഒരു 1/4 ഭാഗത്തോളം ആദ്യം മുക്കാം. എന്നിട്ട് നമുക്കിത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം.
നമുക്കിത് പതുക്കെ ഇങ്ങനെ ആട്ടി കൊടുക്കാം. ആദ്യത്തെ 1-2 തവണ അച്ചപ്പം വീഴാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ വടി കൊണ്ടൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. ഒന്നായി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ അച്ച് എണ്ണയിൽ ഒരു സൈഡിൽ വെച്ച് കൊടുക്കണം. നമ്മുടെ ആദ്യത്തെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത അച്ചപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അടുത്ത അച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ വീണ്ടും ഈ അച്ച് എണ്ണയിൽ തന്നെ ഇട്ട് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും ഉണ്ടാക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ അച്ചപ്പം നന്നായി പോളയൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാ അച്ചപ്പവും ഉണ്ടാക്കിയെടുക്കാം. ലാസ്റ്റ് അച്ചപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവ് മാത്രം ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചപ്പത്തിന് അച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമുക്കിത് ഇതിലേക്ക് കോരി വീത്താം. ഇപ്പോൾ നമ്മുടെ നോർമൽ രീതിയിലുള്ള അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയിൽ വിളയിച്ച അച്ചപ്പം ഉണ്ടാക്കാം. അതായത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാവ് കൊണ്ട് നമുക്ക് പഞ്ചസാരയിൽ വിളയിച്ച അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പോളം ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷുഗർ മെൽറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ ഉണ്ടാക്കിയപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നൂൽ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം. പിടിക്കുമ്പോൾ അത് നൂല് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് തീ ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള പാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മാറ്റിയത്. നമുക്ക് ഇനി പഴയ പോലെ തന്നെ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. അച്ചപ്പം ആയതിനു ശേഷം മുക്കിയെടുക്കാൻ വേണ്ടി ഷുഗർ സിറപ്പ് നമ്മൾ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഷുഗർ സിറപ്പിൽ പതുക്കി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇട്ടതിന് ശേഷം വേഗം തന്നെ നമുക്കത് എടുക്കണം അതിൽ നിന്ന്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അത് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ എല്ലാ അച്ചപ്പവും നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാരയിൽ വിളയിച്ച് നമ്മുടെ അച്ചപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്റ്റലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അച്ചപ്പമാണിത്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്തോളൂ.